ആണ് കിട്ടിയത്, അനുമോളാണ് കിട്ടുമെന്ന് അറിയാമായിരുന്നു. ബിക്കോസ് ഓഫ് ദ PR. PR കൊണ്ട് മാത്രമാണ് അനുമോൾ കിട്ടിയത്. PR എല്ലാവർക്കും PR ചെയ്യാൻ പറഞ്ഞില്ല. എല്ലാവർക്കും PR വർക്ക് ചെയ്യാറുണ്ടല്ലോ. എല്ലാരും PR ചെയ്ത് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവള് പിന്നെ കുറച്ചുകൂടെ കളിച്ചില്ലെന്ന് പറയുന്നില്ലേ? തീർച്ചയായിട്ടും അനുമോളെക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാതെ അനുമോളെ കളിച്ചൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരതിനകത്തുണ്ട്. ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ എടുത്ത പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിജയിച്ചത് അനുമോളാണ്. വിജയിച്ച അനുമോളാണ്. ഇനിയിപ്പോ അത് ക്വസ്റ്റൻ ഇല്ല, കാരണം ഗെയിം ഓവർ. അനുമോൾ എന്തോ അനുമോളോടുള്ള അസൂയ കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അനുമോളോട് എന്താ? ഏത് ചാനല്? ഞാൻ ജിഞ്ചർ മീഡിയ. ജിഞ്ചർ മീഡിയ മര്യാദയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ടാ ചോദിച്ചത്. എന്ത് അല്ല, നമുക്കിപ്പോ കപ്പെടുത്ത് എനിക്ക് എന്തിനാ അസൂയ? നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അനുമോളാണ്. എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളല്ലേ പറയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ പറയണമെന്ന് ക്വസ്റ്റ്യൻ. ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നോട് പറയരുത് നിങ്ങൾ പറയുന്ന ആൻസർ പറയാനായിട്ട്. അല്ല, ഞാൻ പറയുന്നില്ല. ചോദിച്ചതാ. അപ്പൊ അങ്ങനെ മര്യാദ കീപ്പ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അല്ല, ഈ ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണ് അനുമോൾ വോട്ട് കൂടിയെന്ന് തോന്നുന്നുണ്ട്. ശൈത്യ പിന്നിൽ നിന്ന് ആരെയും കുത്തിയത് നിങ്ങൾക്ക് അറിയാവോ? ശൈത്യ കുത്തിയത് എങ്ങനെ അറിയാം? ജനങ്ങള് 24/7 ബിഗ് ബോസ് കാണിക്കുന്നില്ലോ. 8 hours ആ കൂടെ കാണിക്കുന്നുള്ളൂ. ഇന്നത്തെ പലതവണ നടന്നിട്ടുണ്ട്. പിന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. മുന്നിൽ നിന്നാണോ കുത്തിയത് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആളാണ്. അതൊക്കെ ശൈത്യോട് തന്നെ ചോദിക്കാം നേരിട്ട്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് അനീഷായിരുന്നു. അനീഷ് ഒരു കോമണർ വരുമെന്ന് വെച്ചാൽ അതൊരു ഹിസ്റ്ററി ആയി മാറുമായിരുന്നു. ഒരു കോമണർ ഒരു 99 days 100 days നിൽക്കുക, അവർക്ക് ഒരു കപ്പ് കിട്ടുക എന്ന് പറയുന്നത് അടുത്ത കോമണേഴ്സിന് ഒരു എന്താ പറയാ, ഒരു പ്രോത്സാഹനം ആകുമായിരുന്നു സാധാരണക്കാർക്ക്. അനുമോൾ ഇസ് എ സെലിബ്രിറ്റിയോ. അനുമോളോട് നമുക്ക് അസൂയം കാര്യങ്ങളൊന്നും ഇല്ല, കാരണം അവർ ഓൾറെഡി സെലിബ്രിറ്റിയാണ്. 1 million സബ്സ്ക്രൈബേഴ്സും ആരാധകരുമായിട്ടാണ് അതിനകത്ത് കയറിയത്. പക്ഷേ നോർമലി എന്താ പറയുക, ഒരു PR അലിഗേഷൻ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഇപ്പൊ പിന്നെ ആര്യൻ top 5 എത്തുമെന്ന് കരുതിയിരുന്ന ആളാണ്, top 3 ഉണ്ടെന്ന് കരുതിയിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് കിട്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ അനുമോൾ കളിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല. അനുമോൾ കുറച്ചൊക്കെ കളിച്ചിരുന്നു, ബട്ട് കുറച്ചൊക്കെ അവരൊരു പക്ഷെ കാൽഭാഗം കളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 50% PR കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കും. എല്ലാവർക്കും PR ഉണ്ട്. എനിക്ക് PR അല്ല. ഒരു 3-4 പേർക്ക് ഒഴിച്ച് 3-4 പേർക്ക് ഒഴിച്ച് 3-4 പേർക്ക് ഒഴിച്ച് മിക്കവർക്കും PR ഉണ്ട്. അപ്പൊ PR ഉള്ളവർക്ക് അനുമോളെ കളിയാക്കേണ്ട യാതൊരു റൈറ്റും ഇല്ല. എനിക്കറിയില്ല. PR ഗുഡ് വേ. മറ്റുള്ളവരുടെ ചാനലിൽ കയറി അവരെ അധിക്ഷേപിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. PR ഇല്ലാതെ കഴിവുണ്ട്. സമയമായിട്ട് പോട്ടെ. ചേച്ചി ഇപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിഗ് ബോസില്? നെവിനാണോ? അവന്റെ കോട്ടയം. അല്ല, നെവിനെ കുറിച്ച് ഒരു 2 വാക്ക്. ഈ സത്യം പറഞ്ഞാൽ വെറൈറ്റി എനിക്കും നെവിനെ ഭയങ്കര ഇഷ്ടമാണ്. നെവിന് നമുക്ക് ഒരു നല്ല എന്റർടൈൻമെന്റും അതുപോലെ നല്ലൊരു വെറൈറ്റി കണ്ടരുന്ന വ്യക്തിയാണ്. ഈ എവറി മിനിറ്റ് സോ ഹി ഡിസേർവ് ദ കപ്പ് എന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. അതിന് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, പിന്നെ PR. സോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഇതില്? നോ കമന്റ്സ്. ആ ചോദ്യം ബിഗ് ബോസ് PR കൊണ്ടുപോയി എന്ന് പറയുന്നതിന് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ചേച്ചി അടിപൊളിയായിരുന്നു. താങ്ക് യു. ഞാൻ ട്രിഗർ ചെയ്തത് കാരണം ചേച്ചി ആ ഹോട്ട് സീറ്റ് കൊടുത്തു. ചേച്ചി ആ ഹോട്ട് സീറ്റ് മെമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഹോട്ട് സീറ്റ് അല്ല, റിയാലിറ്റി. ഓക്കെ, താങ്ക് യു.